നമസ്കാരം. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്ന അതിർത്തി മേഖലകളിൽ സമീപകാലത്തായി രൂപപ്പെടുന്ന അസ്വാരസ്യങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്താറുള്ളത്. പശ്ചിമ ബംഗാൾ അതിർത്തിയിലെ 4 പ്രധാന പോയിന്റുകളിൽ ഭാരതത്തിൻ്റെ അതിർത്തി രക്ഷാസേനയായ BSFും ബോർഡർ ഗാർഡ് ബംഗ്ലാദേശും തമ്മിലുണ്ടായ അതിരൂക്ഷമായ തർക്കം ഇതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. വെള്ളിയാഴ്ച മുതൽ അതിർത്തിയിലെ 0 പോയിന്റിൽ കുടുങ്ങിക്കിടന്ന 40ഓളം വരുന്ന ബംഗ്ലാദേശ് പൗരന്മാരെ തിരിച്ചയക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ അയൽ രാജ്യം എന്ന നിലയിൽ ബംഗ്ലാദേശ് പുലർത്തേണ്ട അന്താരാഷ്ട്ര ഉത്തരവാദിത്തങ്ങളുടെയും നയതന്ത്ര മര്യാദകളുടെയും ലംഘനത്തെയാണ് തുറന്നു കാട്ടുന്നത്. സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കുന്നതിലും അവരെ തിരികെ സ്വീകരിക്കുന്നതിലും ബംഗ്ലാദേശ് കാട്ടുന്ന നിഷേധാത്മകമായ സമീപനം അതിർത്തി സുരക്ഷയെ മാത്രമല്ല, ദക്ഷിണേഷ്യൻ മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. കുച്ച്ബിഹാറിലെ മേഘ് ലിഗഞ്ചിലുള്ള പനീശാലയിലെ 134 നമ്പർ പില്ലറിന് സമീപമാണ് ഏറ്റവും നാടകീയവും വലിപ്പമേറിയതുമായ തർക്കം ഉടലെടുക്കുന്നത്. രേഖകളില്ലാതെ അതിർത്തി കടക്കാൻ ശ്രമിച്ച സ്വന്തം പൗരന്മാരെ തിരിച്ചറിയാനും അവരെ സ്വീകരിക്കുവാനും ബംഗ്ലാദേശ് സേന തയ്യാറാകാതിരുന്നതാണ് പ്രതിസന്ധി ഗുരുതരമാക്കിയത്. ഇന്ത്യയിൽ നിന്ന് ഇവരെ നിയമവിരുദ്ധമായി തള്ളിക്കയറ്റാൻ ശ്രമിക്കുകയാണെന്ന അടിസ്ഥാനരഹിതമായ ആരോപണമാണ് BGB ഉയർത്തിയത്. വിഷയം ചർച്ച ചെയ്ത് സമാധാനപരമായി പരിഹരിക്കാൻ ഇന്ത്യൻ സൈന്യം ഉഭയകക്ഷി ചർച്ചയെ ഫ്ലാഗ് മീറ്റിംഗ് ആവശ്യപ്പെട്ടുവെങ്കിലും അതിനോട് സഹകരിക്കുവാൻ ബംഗ്ലാദേശ് തയ്യാറായില്ല. ഒരു അന്താരാഷ്ട്ര അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടുന്നത് ഒരു പരമാധികാര രാഷ്ട്രത്തിന് ചേർന്ന നടപടിയല്ല. മണിക്കൂറുകളോളം നീണ്ടുനിന്ന അനിശ്ചിതാവസ്ഥയ്ക്കും ശനിയാഴ്ച പുലർച്ചെയുണ്ടായ വലിയ വാഗ്വാദങ്ങൾക്കും ഒടുവിൽ ഇന്ത്യൻ സൈന്യം ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോഴാണ് BGBക്ക് പിന്തിരിയേണ്ടി വന്നത്. അതിർത്തിയിൽ വെച്ച് ചിത്രീകരിച്ച വീഡിയോ ദൃശ്യങ്ങളിൽ കുടുങ്ങിക്കിടന്ന ഒരു സ്ത്രീ താൻ ബംഗ്ലാദേശിലെ ഖുൽന സ്വദേശിയാണ് എന്നും സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകുവാൻ ആഗ്രഹിക്കുന്നുവെന്നും വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു. ഇത്രയും വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും സ്വന്തം ജനങ്ങളെ സ്വീകരിക്കാൻ മടിച്ച ബംഗ്ലാദേശിന്റെ നടപടി കടുത്ത നയതന്ത്ര ധിക്കാരമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയിലേക്ക് നടക്കുന്ന നിയമവിരുദ്ധ കുടിയേറ്റങ്ങളെ തടയുന്നതിലോ സ്വന്തം അതിർത്തികൾ കൃത്യമായി കാത്തുസൂക്ഷിക്കുന്നതിലോ ബംഗ്ലാദേശ് പരാജയപ്പെടുന്നതിൻ്റെ തെളിവാണ് അതിർത്തിയിലെ തുടർച്ചയായ സംഘർഷങ്ങൾ. കുച്ച്ബിഹാറിലെ ശീതൽകുച്ചി, ദിൻഹാത്ത, ജൽപായ്ഗുരിയിലെ സക്കാത്തി എന്നിവിടങ്ങളിലെല്ലാം സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ബംഗ്ലാദേശ് പൗരന്മാർ സമാനമായ സാഹചര്യത്തിൽ കുടുങ്ങുകയുണ്ടായി. എന്നാൽ ഈ യാഥാർത്ഥ്യങ്ങളെ മൂടിവെക്കാൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പുഷ്ബാക്ക് ശ്രമങ്ങൾ നടക്കുന്നു എന്ന തരത്തിലുള്ള വ്യാജമായ പ്രസ്താവനകളാണ് BGB ഉയർത്തുന്നത്. പശ്ചിമ ബംഗാളിലും അസമിലും രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനും നാടുകടത്തുന്നതിനുമുള്ള നടപടികൾ കർശനമാക്കുമ്പോൾ അതിനോട് സഹകരിക്കേണ്ട ബാധ്യത ബംഗ്ലാദേശിനുണ്ട്. കുടിയേറ്റക്കാരുടെ പൗരത്വം പരിശോധിക്കുന്ന പ്രക്രിയ വേഗത്തിലാക്കാൻ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടും അതിനോട് അനുകൂലമായ നിലപാടല്ല ധാക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സ്വന്തം രാജ്യത്തെ സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധികൾ കാരണം ജനങ്ങൾ അതിർത്തി കടക്കുമ്പോൾ അവരെ തിരികെ വിളിക്കുന്നതിന് പകരം അയൽ രാജ്യത്തിന് മേൽ കുറ്റം ചുമത്തുന്നത് ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. അനിയന്ത്രിതമായ കുടിയേറ്റം ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്കും പരമാധികാരത്തിനും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. അതിർത്തി സംസ്ഥാനങ്ങളിലെ ജനസംഖ്യാപരമായ ഘടനയെ മാറ്റുന്നതിനും പ്രാദേശിക വിഭവങ്ങൾക്ക് മേൽ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുന്നതിനും ഇത് കാരണമാകുന്നുണ്ട്. ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നുള്ള സുരക്ഷാ വീഴ്ചകളും നിസ്സഹകരണവും അതിർത്തിയിലെ ക്രിമിനൽ ശൃംഖലകൾക്കും കള്ളക്കടത്തുകാർക്കും കൂടുതൽ സഹായകരമായി മാറുകയാണ്. ഹീനമായ ഇത്തരം നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളെ തടയുന്നതിന് പകരം അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ഇന്ത്യൻ സേനയ്ക്ക് നേരെ തിരിയുന്ന നിലപാടാണ് ബംഗ്ലാദേശ് സൈന്യം പലപ്പോഴും സ്വീകരിക്കുന്നത്. ഒരു നല്ല അയൽ രാജ്യം കാത്തുസൂക്ഷിക്കേണ്ട യാതൊരുവിധ സൗഹൃദ മര്യാദകളും അതിർത്തി സുരക്ഷയുടെ കാര്യത്തിൽ ബംഗ്ലാദേശ് കാണിക്കുന്നില്ല എന്നത് ഖേദകരമായ വസ്തുതയാണ്. ഇൻഡോ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഉണ്ടായ ഈ പുതിയ സംഭവ വികാസങ്ങൾ വിരൽ ചൂണ്ടുന്നത് ബംഗ്ലാദേശിന്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ട അടിയന്തര നിലപാട് മാറ്റത്തിലേക്കാണ്. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെയും നിയമവ്യവസ്ഥയും വെല്ലുവിളിച്ചുകൊണ്ട് രാജ്യത്തേക്ക് കടക്കുന്ന കുടിയേറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് ബംഗ്ലാദേശ് അവസാനിപ്പിക്കണം. നയതന്ത്ര ചർച്ചകളോട് പൂർണ്ണമായി സഹകരിക്കുകയും സ്വന്തം പൗരന്മാരെ തിരിച്ചറിയുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുകയും ചെയ്യേണ്ടത് ബംഗ്ലാദേശിന്റെ അന്താരാഷ്ട്ര ബാധ്യതയാണ്. അതിർത്തിയിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിലുള്ള പ്രകോപനങ്ങളിൽ നിന്നും വ്യാജ പ്രചരണങ്ങളിൽ നിന്നും BGB പിന്മാറണം. അയൽ രാജ്യത്തിന്റെ പരമാധികാരത്തെ ബഹുമാനിക്കാൻ ബംഗ്ലാദേശ് തയ്യാറാക്കാത്ത പക്ഷം സ്വന്തം അതിർത്തികൾ സംരക്ഷിക്കുവാൻ ഇന്ത്യ കൂടുതൽ കർശനമായ സൈനിക നിയമ നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം ബംഗ്ലാദേശ് ഭരണകൂടം ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. ദാരിദ്ര്യം കൊണ്ടോ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടിയോ ഇന്ത്യയിലേക്ക് നിയമവിരുദ്ധമായി അതിർത്തി കടന്നെത്തുന്ന ബംഗ്ലാദേശ് പൗരന്മാരെ തിരികെ അയക്കുവാൻ ഭാരതത്തിന്റെ സർക്കാർ ശ്രമിക്കുമ്പോഴെല്ലാം
അതിനെ നയതന്ത്രപരമായി പ്രതിരോധിക്കുവാനും സ്വന്തം ജനങ്ങളെ കൈയൊഴിയുവാനുമാണ് ബംഗ്ലാദേശ് ഭരണകൂടം നിരന്തരം ശ്രമിക്കുന്നത്. അതിർത്തിയിലെ 0 പോയിന്റുകളിൽ സ്വന്തം രാജ്യത്തെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന മനുഷ്യർ ദിവസങ്ങളോളം ആഹാരവും വെള്ളവും ഇല്ലാതെ കുടുങ്ങിക്കിടക്കുമ്പോഴും അവർ തങ്ങളുടെ പൗരന്മാരല്ല എന്ന നിഷേധാത്മക നിലപാടാണ് ബോർഡർ ഗാർഡ് ബംഗ്ലാദേശും ധാക്കയിലെ ഭരണകൂടവും സ്വീകരിക്കുന്നത്. ഒരു പരമാധികാര രാഷ്ട്രം അതിൻ്റെ ജനങ്ങളോട് കാണിക്കേണ്ട അടിസ്ഥാനപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള നഗ്നമായ ഒളിച്ചോട്ടവും അന്താരാഷ്ട്ര അതിർത്തി മാനദണ്ഡങ്ങളുടെ ലംഘനവുമാണ് ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്ന് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ നിസ്സഹകരണ സമീപനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ തകർക്കുക മാത്രമല്ല, പ്രാദേശിക സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായി മാറുകയും ചെയ്യുന്നു. ബംഗ്ലാദേശ് സ്വന്തം പൗരന്മാരെ തിരികെ സ്വീകരിക്കാൻ മടിക്കുന്നതിന് പിന്നിൽ കൃത്യമായ ചില രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. വിഭവ ദൗർബല്യവും കടുത്ത തൊഴിലില്ലായ്മയും ജനസംഖ്യാ പെരുപ്പവും കൊണ്ട് ശ്വാസം മുട്ടുന്ന ഒരു രാജ്യമാണ് ഇന്ന് ബംഗ്ലാദേശ്. അവിടുത്തെ ഭരണകൂടങ്ങളുടെ പരാജയം കാരണം വലിയ വിഭാഗം ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുവാൻ രാജ്യത്തിന് സാധിക്കുന്നില്ല. തങ്ങളുടെ രാജ്യത്തുണ്ടാകുന്ന ഈ ജനസംഖ്യാ സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി അതിർത്തി കടന്നുള്ള കുടിയേറ്റങ്ങളെ ഒരു സുരക്ഷിത മാർഗമായി ബംഗ്ലാദേശ് ഭരണകൂടം പരോക്ഷമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലേക്ക് പോയ ജനങ്ങൾ അവിടെ തന്നെ തുടരുകയും അവിടുത്തെ തൊഴിൽ മേഖലകളിൽ ഇടം പിടിക്കുകയും ചെയ്യുന്നത് വഴി ബംഗ്ലാദേശിന്റെ ആഭ്യന്തര സാമ്പത്തിക ഭാരം വലിയതോതിൽ കുറയുകയാണ് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ കണ്ടെത്തി തിരികെ അയക്കാൻ ശ്രമിച്ചാൽ അത് ബംഗ്ലാദേശിന്റെ തകർന്നടിച്ച സമ്പദ്വ്യവസ്ഥയ്ക്കും ആഭ്യന്തര രാഷ്ട്രീയത്തിനും വലിയ ആഘാതം ഉണ്ടാക്കും. ഇതുകൊണ്ടാണ് അതിർത്തി കടന്നെത്തുന്നവരെ സ്വന്തം പൗരന്മാരായി അംഗീകരിക്കാൻ പോലും ബംഗ്ലാദേശ് ഭരണകൂടം മടിക്കുന്നത്. ഇന്ത്യൻ അതിർത്തി രക്ഷാസേനയായ BSF രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ വ്യക്തമായ തെളിവുകളോട് പിടികൂടി ഫ്ലാഗ് മീറ്റിങ്ങുകളിലൂടെ ബംഗ്ലാദേശിന് കൈമാറാൻ ശ്രമിക്കുമ്പോൾ അതിനോട് സഹകരിക്കാൻ ബംഗ്ലാദേശ് സൈന്യം തയ്യാറാകുന്നില്ല. പിടിക്കപ്പെടുന്നവർ തങ്ങൾ ബംഗ്ലാദേശിലെ ഇന്ന ഗ്രാമത്തിൽ നിന്നുള്ളവരാണെന്ന് ക്യാമറകൾക്ക് മുന്നിൽ വികാരാധീനരായി വിളിച്ചു പറയുമ്പോൾ ആ തെളിവുകളെ പൂർണ്ണമായി തള്ളിക്കളയുന്ന നിലപാടാണ് ബംഗ്ലാദേശ് സ്വീകരിക്കുന്നത്. ഇതിനു പുറമെ ഇന്ത്യ തങ്ങളുടെ രാജ്യത്തേക്ക് പൗരന്മാരെ നിയമവിരുദ്ധമായി തള്ളിവിടാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ വ്യാജ പ്രചരണം നടത്താനും ബംഗ്ലാദേശ് മടിക്കാറില്ല. ഒരു അയൽ രാജ്യം കാത്തുസൂക്ഷിക്കേണ്ട യാതൊരുവിധ നയതന്ത്ര മര്യാദകളും പാലിച്ച് കുടിയേറ്റക്കാരുടെ വിവരങ്ങൾ വേഗത്തിൽ പരിശോധിക്കുവാൻ ധാക്ക തയ്യാറാകുന്നില്ല. ഈ മനഃപൂർവ്വമായ കാലതാമസവും നിസ്സഹകരണവും ഇന്ത്യയുടെ അതിർത്തി സുരക്ഷാ സംവിധാനങ്ങളെയും നിയമ സംവിധാനങ്ങളെയും നിരന്തരം വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ഇതിനൊക്കെ അപ്പുറം സ്വന്തം പൗരന്മാരെ തിരികെ സ്വീകരിക്കില്ലെന്ന ബംഗ്ലാദേശിന്റെ കടുത്ത വാശി ഇന്ത്യയുടെ പരമാധികാരത്തിന് മേലുള്ള നേരിട്ടുള്ള കടന്നുകയറ്റമാണ്. ലക്ഷക്കണക്കിന് വരുന്ന രേഖകളില്ലാത്ത കുടിയേറ്റക്കാരുടെ ഭാരം ചുമക്കേണ്ട ബാധ്യത ഭാരതത്തിനില്ല. അതിർത്തി സംസ്ഥാനങ്ങളായ പശ്ചിമ ബംഗാൾ, അസം തുടങ്ങിയ ഇടങ്ങളിലെ ജനസംഖ്യാ ഘടനയെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റം തുടരുന്നത്. ഇത് പ്രാദേശിക ജനവിഭാഗങ്ങളുടെ സംസ്കാരത്തെയും തൊഴിലവസരങ്ങളെയും ദോഷകരമായി ബാധിക്കുകയും വലിയ സാമൂഹിക സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. കള്ളക്കടത്ത് ശൃംഖലകൾക്കും അതിർത്തിയിലെ ക്രിമിനലുകൾക്കും ബംഗ്ലാദേശിന്റെ ഈ നിസ്സംഗത വലിയതോതിൽ സഹായകരവുമാകുന്നുണ്ട്. തങ്ങളുടെ അതിർത്തികൾ കർശനമായി കാത്തുസൂക്ഷിക്കുന്നതിലും സ്വന്തം പൗരന്മാർ രാജ്യം വിട്ടുപോകുന്നത് തടയുന്നതിലും പരാജയപ്പെട്ട ബംഗ്ലാദേശ് പിടിക്കപ്പെടുന്നവരെ തിരികെ എടുക്കില്ലെന്ന് ശാഠ്യം പിടിക്കുന്നത് അന്താരാഷ്ട്ര വേദിയിൽ ഒരു രാജ്യത്തിന് ഒട്ടും ചേർന്ന നടപടിയല്ല. ബംഗ്ലാദേശ് ഭരണകൂടം സ്വീകരിക്കുന്ന ഈ കടുംപിടുത്തം അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു രാഷ്ട്രമെന്ന നിലയിൽ സ്വന്തം പൗരന്മാരുടെ സുരക്ഷയും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ബംഗ്ലാദേശ് തയ്യാറാകണം. ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ചർച്ചകളിൽ ആത്മാർത്ഥത കാണിക്കുകയും അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്ന തങ്ങളുടെ ജനങ്ങളെ എത്രയും വേഗം തിരികെ സ്വീകരിക്കാനുള്ള മാനുഷികവും നയതന്ത്രപരവുമായ ഔചിത്യം ബംഗ്ലാദേശ് കാണിക്കേണ്ടതുണ്ട്. അയൽ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെയും സമ്പദ് വ്യവസ്ഥയെയും ദോഷകരമായി ബാധിക്കുന്ന ഇത്തരം അനധികൃത കുടിയേറ്റ പ്രശ്നങ്ങളിൽ ബംഗ്ലാദേശ് ഇനിയും നിഷേധാത്മക നിലപാട് തുടർന്നാൽ അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളെ പൂർണ്ണമായി തകർക്കും എന്നതിൽ സംശയമില്ല. സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാൻ ഭാരതത്തെ ഒരു താവളമാക്കാൻ ശ്രമിക്കുന്ന ബംഗ്ലാദേശിന്റെ തന്ത്രങ്ങൾക്കെതിരെ ഇന്ത്യ കൂടുതൽ കർശനമായ രാജ്യാന്തര സമ്മർദ്ദങ്ങളും അതിർത്തി നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തേണ്ടതുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.